ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ എള്ള് മിഠായി കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റില്ലേ? അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞ് പൂന്തോട്ടത്തിലേക്കൊന്ന് ഇറങ്ങിയിട്ട് അതിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെള്ളമൊക്കെ ഒഴിക്കാൻ വേണ്ടി തുടങ്ങുന്നതാണ്. അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന മണി പ്ലാന്റ് ഞാൻ ഇന്ന് നട്ടതായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ നടാനൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ എങ്ങനെയോ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് അങ്ങനെയൊക്കെ നട്ടിട്ട് അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ആ മുകളിൽ നിൽക്കുന്ന ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ഭയങ്കര റിസ്ക്കാണെന്ന് വെച്ചാൽ റോട്ടിൽ കൂടെ പോകുന്നവരെ ദേഹത്തൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ചിലപ്പോഴൊക്കെ ആവാറുണ്ട്, കൈയൊക്കെ ഇങ്ങനെ തപ്പിയിലാവാറുണ്ട്. അതുകൊണ്ട് അത് സൂക്ഷിച്ചാണ് അതിലൊഴിക്കാൻ വെള്ളം. പിന്നെ ഞാൻ അവിടെ നിന്ന ചെടിയിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇത് ഞാൻ പറഞ്ഞ മഞ്ഞച്ചെടി അതാട്ടോ, അതാണ് പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് രാവിലെ നല്ല പൂത്ത് നിന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ വാടിപ്പോവും. പിന്നെ ഇത് ഇവിടെ നിൽക്കുന്ന ചെടിക്കും ഇത് ഞാൻ ഇവിടെ ഇങ്ങനെയും മരത്തിൻ്റെ ചുറ്റിങ്ങനെ വെച്ചെടുത്തിട്ട് അതിനും വെള്ളം ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓസ് വലിച്ചപ്പോൾ ഒന്നെങ്കിൽ ആ ചെടി വന്ന് വീണതായിരിക്കും കേട്ടോ. പക്ഷെ അത്രയ്ക്ക് മണ്ണൊന്നും ഇളവാത്തതുകൊണ്ട് പിന്നെ ഞാൻ തിരിച്ച് നട്ട് വെച്ചേട്ടാ. ഇത് ഇന്നലെ നട്ട ചെടിയായിരുന്നു കേട്ടോ. അങ്ങനെ അതും തിരിച്ച് നട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന ചെടി ഇങ്ങനെ ഇങ്ങനെ മറിഞ്ഞ് നിൽക്കണം. അത് ഞാൻ രണ്ടെണ്ണമായിട്ട് അങ്ങനെ ഊന്ന് വെച്ചുകൊണ്ടായിരിക്കും. അതിനെ ഞാൻ ഒടിച്ച് അവിടെ തന്നെ നട്ട് കൊടുത്തു. പിന്നെ ഇത് അവിടെ കൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നടന്ന് എല്ലാ ചെടീനെയൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. അങ്ങനെ ഈ ചെടി നല്ല രസമില്ല, ഇത് ഞാൻ നേരത്തെ നട്ടതായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ നോക്കി നമ്മളെ റോസാപ്പൂവിലൊരു കുഞ്ഞു റോസാപ്പൂ തിപ്പുണ്ട് കേട്ടോ. ഇതിലെപ്പോഴും കുഞ്ഞു റോസയാണ് പൂക്കാറ്. അത് എൻ്റെ മണി പ്ലാന്റൊക്കെ ഞാൻ ഒരു സ്ഥലത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അതിനെ എടുത്തുകൊണ്ടിട്ട് ഇതിൻ്റെ ബാക്കിൽ വെച്ചു കേട്ടോ. അപ്പം ഇതിനത്രയ്ക്ക് വെയിലൊന്നും വേണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.